ഞാൻ മദ്യസ്ഥ അണച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശാസിക്കുമ്പോൾ അത് മാറിപ്പോകും. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് നമ്മളെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് ശക്തമായിട്ട് മദ്യസ്ഥ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ കർത്താവ് എന്നോട് പറഞ്ഞു, സഭയ്ക്ക് നല്ല മധ്യസ്ഥത ആവശ്യമാണ് ദൈവമക്കൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അതിന് സമയം ഞാൻ രാത്രിയുടെ യാമങ്ങളൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആർക്കും ഒരു അനർത്ഥം വരാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നിടത്ത് ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്നും വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അനേകരെ മാതൃകയാക്കി നമുക്ക് മുമ്പോട്ട് വരാനുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെയും കുറെ നാളുകൾ കഴിയുമ്പോൾ ഒരു മാതൃകയാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റ് നമ്മൾ പലതുമൊക്കെ നേടിക്കൊടുക്കുന്നതിനേക്കാളും ഹല്ലേലൂയ നമ്മളെ കർത്താവിനെ നമുക്ക് നമ്മളെ കുടുംബത്തിൽ കൊടുക്കുന്നതാണല്ലോ ഏറ്റവും വലുത്. ഹല്ലേലൂയ. നമ്മളിലൂടെ ഇന്ന് അനേകർക്ക് യേശുവിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിനകത്ത് ദൈവം മുന്നിൽ നിർത്തിയവരെ അവര് പറയുകയാണ്, സ്തോത്രം, പിന്നിൽ വരുന്ന ഒരു കൂട്ടത്തെ നടത്തിക്കൊണ്ട് പോകാനാണ് ദൈവം ഞങ്ങളെ മുന്നിൽ നിർത്തിയത്. ഹല്ലേലൂയ. ഈ പാസ്റ്ററെ കുടുംബത്തിൽ നിന്ന് പാസ്റ്ററെ കുടുംബത്തെ ദൈവം ഇന്ന് ദൈവം മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ്? അനേകരെ ദൈവം കൂടെ നിർത്തിക്കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ. ഇനിയും വലിയ ചുമതലകളുണ്ട് കേട്ടോ. ഇത് തന്നെ വലിയൊരു ചുമതലയാണ്. പക്ഷെ ഇതിനേക്കാൾ ചുമതല വർദ്ധിക്കും. ഇതിനെക്കാട്ടും സ്തോത്രം ദൈവം ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ഇനിയും വലിയ കാര്യങ്ങൾ ദൈവദാസനെയും കുടുംബത്തെയും കൊണ്ട് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അതെല്ലാം ഒന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ മറ നീങ്ങുമ്പോൾ ഹല്ലേലൂയ ഇനി യാത്രകൾ ഒരുങ്ങും. സ്തോത്രം. ഒരുപാട് വലിയ വേദികളിൽ കർത്താവ് ായിട്ട് ദൈവം നിങ്ങളെ നിർത്തും. സഭയായിട്ട് കർത്താവ് നിർത്തും. ഹല്ലേലൂയ. ആമേൻ. ഈ അനേകം പട്ടണങ്ങളിൽ അനേകം ദേശങ്ങളിൽ പുതിയ വേല സ്ഥലങ്ങൾ ഈ സഭയിലൂടെ ബ്രാഞ്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നടക്കുമായിരുന്നു. പക്ഷെ കർത്താവിനോട് പറയുന്നു ഇനിയും ചില ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇപ്പോഴും ഞങ്ങൾക്ക് ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. അനേകർ യേശുവിനെ അറിയാൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അത് ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ശക്തി വേണം. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറഞ്ഞത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. കാത്തിരിക്കാതെ ഒരിക്കലും നമുക്ക് ശക്തി കിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയെല്ലാം ഒരു സമയം അനേകർ ആഹാരം കഴിക്കുമ്പോൾ നല്ല ആഹാരം ഉണ്ടായിരുന്നപ്പോഴെല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് വേണ്ടെന്ന് വിചാരിച്ച വചനം എടുത്തു വെച്ച് ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചുണ്ടപ്പോൾ ദൈവം തന്ന ആത്മാവിന്റെ ശക്തിയാണ് നമ്മളിൽ ഉള്ളത്. ഇന്ന് കർത്താവ് പറയുന്നു ആ ശക്തി ഈ പകൽക്കാലം നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന കോട്ടകളെ ഇടിപ്പാൻ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇനിയും വിശാലമാകാനുണ്ട്. നിങ്ങളെ കുടുംബം വിശാലമാകാനുണ്ട്. അതുകൊണ്ട് ദൈവം ഇടിക്കേണ്ടതിനെ ഇടിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒരഭിവൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന അനേകരെ നമുക്ക് ദൈവവചനത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഒരു സഹോദരിയുടെ ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, വൈദ്യനാണ്. ഹല്ലേലൂയ. ഡോക്ടറൊക്കെ നമ്മളെ ഇടയിൽ നിന്ന് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഉന്നതരൊക്കെ ഇനി സഭയിൽ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഡോക്ടർമാരോടും വൈദ്യന്മാരോടൊക്കെ ചോദിച്ച നമ്മളെക്കാളും സ്നേഹമുള്ളവരാണ് മനുഷ്യരോട്. എല്ലാവരും അല്ല എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ഒരു വൈദ്യൻ എന്ന് പറയുമ്പോൾ ഒരാൾ വേദനയോട് വരുമ്പോൾ ആ വേദനയെ മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മനുഷ്യനാണ് വൈദ്യൻ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ള ഒരു വ്യക്തി. ഹല്ലേലൂയ. രോഗികൾക്ക് വൈദ്യനെ കൊണ്ടാണല്ലോ ആവശ്യം. അതുകൊണ്ടാണല്ലോ ഒരാൾ വഴിയിൽ കിടന്ന മനുഷ്യനെ കൊണ്ടുവന്ന് വഴിയമ്പലത്തിൽ കൊണ്ട് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തോ. ഹല്ലേലൂയ. നമ്മളെ ഇടയിൽ എത്ര പേര് ഇനി നല്ല ആരോഗ്യത്തിൽ വരാനുണ്ടല്ലേ. ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥന കിട്ടാത്തോണ്ട് പലരും ക്ഷീണിച്ചു പോയി. നമുക്കവര് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥനയിൽ നമുക്കവരെ നേടിയെടുക്കാം. ഹല്ലേലൂയ. ഇവിടെ വൈദ്യനായ ലൂക്കോസ് ഒരുപാട് മറ്റ് സുവിശേഷങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പ്രാർത്ഥനയുടെ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരു സമയം ഇരുന്ന് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ, സമയങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ യേശു